ഒക്കെയാണ് പ്ലാന്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റോഡ്സ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചില മാറ്റി സ്ഥാപിക്കലുണ്ട്, എല്ലാം ഉണ്ട്. അത് സംബന്ധിച്ചൊരു വിശദമായ ബൃഹത്തായ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. പഴയ കലക്ടർ വിരോധനമുണ്ട്. അദ്ദേഹം PWDയിൽ പറഞ്ഞു. അഡീഷണൽ സെക്രട്ടറി വിരോധനം അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിരുന്നു. മലപ്പുറം ഒരു വലിയ ടവറുണ്ട്, അതിന് 70 കോടി രൂപ ചെലവ്. അതുപോലെ തന്നെ ജംഗ്ഷൻ റോഡ് ഇംപ്രൂവ്മെൻറ്റ്, മുനിസിപ്പാലിറ്റിയിലെ റോഡുകൾ ഇംപ്രൂവ്മെൻറ്റ്, തൊട്ടടുത്ത പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്തുനിന്ന് മലപ്പുറത്തേക്കുള്ള കണക്ടിവിറ്റി, മോങ്ങം ബൈപ്പാസ്, അങ്ങനെ ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ 2-3 മാസം കൊണ്ടെങ്കിൽ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പിലാക്കും. മലപ്പുറം മഞ്ചേരി, മലപ്പുറം കോട്ടക്കൽ, മലപ്പുറം കൊണ്ടോട്ടി, അതുപോലെ പെരിന്തൽമണ്ണ, മലപ്പുറം മഞ്ചേരി, മലപ്പുറം, ഇതെല്ലാ റോഡുകളും ഇതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ ബൈപ്പാസുകളും ഒക്കെ ഈ പ്ലാനിൽ വരും. ബൃഹത്തായ പ്ലാൻ തയ്യാറാക്കേണ്ട ഭാഗമായി ഇന്ന് അവർ ടീം വന്ന് വിസിറ്റ് ചെയ്തതാണ്, ഹൈ ലെവൽ ടീം. മുനിസിപ്പാലിറ്റി സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി കൂടി മലപ്പുറത്തിൻ്റെ മുഖച്ഛായ മാറും തീർച്ചയായിട്ടും. ഈ മീറ്റിംഗിലേക്ക് ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് IT മിനിസ്റ്റർ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സർ അവരുടെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ മീറ്റിംഗിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ശ്രീ PK ബഷീർ സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ തലസ്ഥാനത്ത് ചെയ്യേണ്ട അത്യാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാലമായിട്ട് വളരെയധികം അഭിപ്രായ പ്രകടനങ്ങൾ ജനങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരുന്നു. അതായത് മലപ്പുറം ജില്ലയുടെ തലസ്ഥാനം കുറച്ചുകൂടിയൊക്കെ ഒന്ന് അഭിവൃദ്ധിപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം. അങ്ങനെ വന്നപ്പോൾ മലപ്പുറം ജില്ലാ തലസ്ഥാന വികസനത്തിന് കുറച്ചുകൂടി ഒരു ഉയർന്ന പരിഗണന കിട്ടണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങളെല്ലാവരും കൂടി സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ മുമ്പ് തന്നെ അങ്ങനെ അദ്ദേഹം അതിന് അനുവാദം തരികയും ക്യാബിനറ്റിലും അസംബ്ലിയിലും ഒക്കെ അത് സംബന്ധിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ മലപ്പുറം ജില്ലാ തലസ്ഥാനം ഒരു ലക്ഷ്യമിട്ട് നമ്മൾ മോടി പിടിപ്പിക്കുകയും ഉഷാറാക്കുകയും ഒക്കെ ചെയ്യുന്ന എന്തൊക്കെ ചെയ്യണം എന്നായി. അപ്പോഴാണ് വളരെ കാലമായിട്ട് ഇവിടെ പെൻഡിങ്ങിലുള്ള കുറേ വിഷയങ്ങൾ ശ്രദ്ധയിൽ വന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് കളക്ട്രേറ്റിന് ധാരാളം സ്ഥലമുണ്ട്, പക്ഷേ ഒരു സൗകര്യമുള്ള ഓഫീസില്ല. അപ്പോൾ റവന്യൂ ടവർ വേണം. അപ്പോൾ റവന്യൂ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഉണ്ട്, ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള നിലയിലാണ് അഭിപ്രായങ്ങൾ കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഉദാഹരണമായിട്ട് അതിൻ്റെ അടുത്ത് കുറേ ഗവൺമെൻറ് ഓഫീസുകളുണ്ട്. അത് അവിടെ തുടങ്ങുന്നതിന് പകരം അവിടെ മുഴുവൻ ഹോസ്പിറ്റലാക്കി അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട്. അതുപോലെ ഒരു പ്ലാനിങ്ങിലൂടെ പല കാര്യങ്ങളും മാറ്റുക എന്നുള്ള ചേഞ്ചാക്കുക എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്. നഗരസഭയ്ക്ക് മലപ്പുറം നഗരസഭക്കാണെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ നേരത്തെ ഉണ്ട്. ഞാൻ ചെയർമാനായിരുന്ന കാലത്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അത് ഇപ്പോഴും റെലവൻ്റ് ആണ് എന്നാണ് പലരും പറയുന്നത്. മാസ്റ്റർ പ്ലാനിൽ പല ഭാഗങ്ങളിലും അന്നുണ്ടാക്കിയ മാസ്റ്റർ പ്ലാനിലാണ് ഈ കൊമേഴ്സ്യൽ, ഹൗസിങ്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ കാലം കുറേ കഴിഞ്ഞപ്പോൾ ബിൽറ്റപ്പ് ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എടുത്ത് നോക്കിയാൽ അതനുസരിച്ച് വന്നതാണ് നമ്മൾ മുണ്ടോർത്ത് ബൈപ്പാസും റിംഗ് റോഡും അതുപോലെ തന്നെ കോട്ടപ്പടി കുന്നുമ്മൽ റോഡും ഒക്കെ അന്നതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ തലസ്ഥാനം
അതിൻ്റേതായ ഒരു ഗാംഭീര്യത്തിൽ വരാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ മീറ്റിങ്ങിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നത്. അങ്ങനെ പ്രധാനമായി നോക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. പൊതുമരാമത്ത് വകുപ്പാണ്, ഏത് വകുപ്പാണെങ്കിലും ചെയ്യേണ്ടത് അവസാനം PWD ആണ്. അപ്പോൾ ബഷീർ അതിനുവേണ്ടി വളരെ ഇൻട്രസ്റ്റ് എടുക്കാൻ തുടങ്ങി. എല്ലാ ജില്ലയിലും എല്ലാവരുടെയും ആവശ്യമാണല്ലോ. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചുകൂടി. നമ്മളെ ജില്ലയെ സംബന്ധിച്ച് വളരെ നന്നായി അറിയാവുന്ന ആളാണ് നമ്മളെ പഴയ കലക്ടർ ശ്രീ അദ്ദേഹം ഉണ്ടായി. എന്നാൽ പിന്നെ അദ്ദേഹത്തിനെ തന്നെ നമുക്ക് അതിന് ചുമതലപ്പെടുത്താതെ ബഷീറോട് നിർദ്ദേശം വെച്ചു, അങ്ങനെ ചുമതലപ്പെടുത്തി. ആ അടിസ്ഥാനത്തിൽ കൂടുന്ന മീറ്റിംഗാണ് ഇന്ന് ഇവിടുത്തെ മീറ്റിംഗ്. അപ്പോൾ അരമണിക്കൂർ നമുക്ക് ആകെ എല്ലാത്തിനും കൂടി ഉള്ള വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരമണിക്കൂറിനുള്ളിൽ അഭിപ്രായങ്ങൾ പറയും. പിന്നെ അദ്ദേഹം ബാക്കി ആ കാര്യങ്ങൾ നോക്കി ഒരു പ്ലാൻ പറഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് പോവാം. അതിനകത്ത് പലതും ഉണ്ട്, കളക്ടർ ബംഗ്ലാവ് വരെ ഉണ്ട്. അതൊക്കെ വണ്ടി എന്നുള്ളത് കളക്ടറും അതുപോലെ തന്നെ പിന്നെ ജനപ്രതിയും എല്ലാവരും അഭിപ്രായം പറഞ്ഞാൽ ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യും. കൂടി പറഞ്ഞാൽ പിന്നെ വളരെ ഒരു നിർബന്ധമാണ് മലപ്പുറത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റണം എന്നുള്ളത്. ജില്ല വന്നിട്ട് 57 കൊല്ലമായി ജില്ലാ ആസ്ഥാനം. ഇപ്പോൾ ആദ്യം ഇങ്ങോട്ട് കാര്യം പറയുന്നത് അവിടെ ലൈൻ ഉണ്ടാക്കുമ്പോൾ അത് മാറ്റണം ഇത് മാറ്റണം എന്ന് അലൈൻമെൻറ്റ് മാറ്റണം എന്നാണ് ഒരു വരരുത്. അതിലാണ് ആദ്യം ഒരു തീരുമാനം എടുക്കണം. ഒരു പ്രാവശ്യം ഇവിടെ അങ്ങാടി കോട്ടപ്പടി 2001 മന്ത്രിയായി. അന്ന് പിന്നെ അങ്ങാടി കോട്ടപ്പടി ജംഗ്ഷൻ ഒന്ന് ഒരു ഫ്രീ ലെഫ്റ്റ് എടുക്കാൻ നോക്കിയപ്പോൾ നമ്മൾ സമ്മതിച്ചില്ല. ഇതാ ഉണ്ടല്ലോ അവിടെ എല്ലാവരും. അപ്പോൾ അല്ല അത് നിങ്ങൾ സമ്മതിച്ചില്ല, അത് ആ സൈഡിൽ കൂടെ പോയാൽ മതിയാണ്. ആ പരിപാടിയാണ് നിർത്തുക. പിന്നെ കഴിയുന്നതും പരമാവധി സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമോ നോക്കുക, എന്നാൽ വേഗം നടക്കും. അക്വിസിഷൻ കാര്യത്തിനൊക്കെ പോയാൽ കുറേ സമയം എടുക്കും. കുറച്ചൊക്കെ 2 മീറ്റർ അങ്ങാടി തന്നെ കുറേയൊക്കെ വീതി കൂട്ടാനില്ല കിട്ടും. ഇപ്പോൾ വിലവണ്ണ മോഡൽ ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി, അരീക്കോട് മോഡൽ ഒക്കെ. അപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി 1 മീറ്റർ വിട്ടാൽ മതി. അതിന് സർക്കാരിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, ഉത്തരവുണ്ട്. അപ്പം 3 മീറ്ററിലോട്ട് 2 മീറ്റർ സ്ഥലം തന്നാൽ 1 മീറ്റർ ഇതാക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്രായോഗിക സമീപനം ഉണ്ടാകണം. അപ്പം എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ആണ് നമുക്ക് തീരുമാനിക്കുന്നത്. ഒന്ന് റോഡ് ഇമ്പ്രൂവ്മെൻറ്റ്. പാലക്കാട് നിന്ന് കോഴിക്കോടുക്ക് 172 കോടിയുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങാടിപ്പുറം ബന്ധപ്പെടുന്നു. മറ്റതൊക്കെ വന്നിട്ട് വേണം. ഇവൻ്റെ 172 കോടി രൂപ പറ്റി. ബാക്കി സിറ്റിയിൽ എങ്ങനെ ചെയ്യാനുള്ളൂ. പണ്ടിൻ്റെ കാര്യമില്ല പ്രശ്നം. നമുക്ക് നല്ല കുറ്റമല്ലത് നിൽക്കണമെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് പ്രവൃത്തി ആരംഭിക്കാൻ കഴിയണം. 6 മാസം കൊണ്ട് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ 2-3 കൊല്ലം കൊണ്ട് റിസൾട്ട് വരുള്ളൂ. അതാണ് ഇതിന് മെയിൻ ഘടകം. പിന്നെ എല്ലാവരും പ്രാദേശിക ചെറിയ കാര്യം പറയാൻ മറക്കണ്ട. ഇതിന് മെയിൻ ഒരു മീറ്റിങ്ങിന്റെ ഗൗരവം പറയണം. പഞ്ചായത്ത് മെമ്പർമാരൊക്കെ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് നന്നായി ചെയ്യും. അതുകൊണ്ട് വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ആണ് പറഞ്ഞത്. ഗൗരവമുള്ളൊരു മീറ്റിംഗാണ്. ചീഫ് എഞ്ചിനീയർമാർ വന്നിട്ടുണ്ട്, സോണിക്കുണ്ട്, എക്സിഡന്റുമാരുണ്ട്, പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, കലക്ടറുണ്ട്, എല്ലാവരും. അപ്പം ഇന്ന് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം. പിന്നെ സൈറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, സന്ദർശിക്കും. നേരത്തെ മാസ്റ്റർ പ്ലാൻ ചോദിച്ചിരുന്നു. കുഞ്ഞൽ സാഹിബ് അന്ന് മിനിസ്റ്റർ ആയ സമയത്ത്, അല്ല ചെയർമാൻ ആയ സമയത്ത് ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ആയിരുന്നത്. അതെ, അപ്പോൾ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ അതിന് കോപ്പി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ മാസ്റ്റർ പ്ലാൻ. ഈ മാസ്റ്റർ പ്ലാൻ എനിക്കിപ്പോൾ കാണാതെ വൈകാട്ടാണ്. കോട്ടക്കുന്ന് ബ്യൂട്ടിഫിക്കേഷനും ഇത് സത്യത്തില് ഇത് സാറ് ചെയർമാൻ ആയ സമയത്ത് ഉണ്ടാക്കിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൗൺ പ്ലാൻ, ഈ മാസ്റ്റർ പ്ലാൻ ആണ്. അതിനുശേഷം ഇത് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു. 80s-ലാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പൊ എക്സിസ്റ്റിംഗ് ഉള്ളത് 2017 ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. പക്ഷെ എന്നാലും സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിന്റെ യാതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റും മലപ്പുറം സിറ്റിക്ക് അകത്തില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, സജഷൻസ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ റോഡ് മാത്രമല്ലാതെ ബിൽഡിങ്സിന്റെ ഒരു റീസ്ട്രക്ചർ, അതായത് കോട്ടപ്പടി സ്റ്റേഡിയം വരും, കോട്ടപ്പടി ഹോസ്പിറ്റൽ വരും, സിവിൽ സ്റ്റേഷൻ്റെ അകത്തുള്ള ഈ കാര്യങ്ങൾ വരും. അതിനപ്പുറത്ത് നമ്മളിപ്പോൾ നമ്പ്രാണി തടയണ അവിടെ ഒരു പുഴയോര ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു സജഷൻ ഉണ്ട്. അതോടൊപ്പം നിങ്ങൾ സ്ഥലം കണ്ടുവച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. ആ സ്ഥലം ഏകദേശം നമുക്ക് കണ്ടേക്കാം, വിഷയമില്ല. 25 ഏക്കറാണ്.
അത് സാറ് കൂടെ ഉണ്ടെങ്കിൽ നടക്കും. സാറെ നിങ്ങൾ നിൽക്കണം, സാറിന് സപ്പോർട്ട് ചെയ്തോളൂ. ആലുമുണ്ട്, നല്ല ജലസ്രോതസ്സുള്ള ആലുമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മാനാഞ്ചറുണ്ട്, തിരുവനന്തപുരത്ത് മ്യൂസിയം, നഗര ഹൃദയത്തിൽ ആളുകൾക്ക് വന്നിരിക്കാൻ. അപ്പോൾ സ്വാഭാവികമായി ആ ബംഗ്ലാവ് ഏറ്റെടുത്തുകൊണ്ട് നേരത്തെ അങ്ങനെ നീക്കണ്ടായിരുന്നു. മുണ്ടുപറമ്പിൽ 5 കോട്ടേഴ്സിൽ ഉണ്ടാക്കി മജിസ്ട്രേറ്റ് നടത്തുന്നത്. അടിയന്തരമായി ഏറ്റെടുത്തിട്ട് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്ഥിര കേന്ദ്രമായിട്ട് മലപ്പുറം. നമുക്കൊരു മ്യൂസിയം എല്ലാ ആളുകൾക്കും അത് പഠിക്കാനുള്ള ഒരു മ്യൂസിയം ആക്കിയിട്ട് ആലുമുണ്ട് അല്ല കലക്ടർ ഇറക്കല്ല, നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നമുക്കറിയാം എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാനുള്ള രൂപത്തിൽ ആലുമുണ്ടുകൊണ്ട് അതുപോലെ കൂടി ചെയ്യണം. രണ്ടാമതായി ബഹുമാനപ്പെട്ട പീഡബ്ല്യൂഡി മിനിസ്റ്റർ പറഞ്ഞ പോലെ നാട്ടുകാരിൽ നിന്ന് റെഡിയാണ്. നാഷണൽ ഹൈവേന്റെ കാര്യത്തിൽ നമുക്ക് സംശയമാണ്. കാരണം 10 വർഷം മുമ്പ് ഉബൈദുള്ള സാഹിബ് MLA ആയപ്പോൾ മലപ്പുറം ടൗണിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയാം, പഞ്ചായത്ത് ആകുമ്പോഴുള്ള ഒരു തന്നെ ബാത്റൂമും കാർ ഷെഡുമാണ് ഉള്ളത്. ഇതുവരെ അതിന് തൊടാനായിരുന്നു. 75 ലക്ഷം രൂപ വെച്ചിട്ട് അന്ന് പറഞ്ഞു അങ്ങനെ അനുമതി കിട്ടൂല. ഇവിടുന്ന് 20 കിലോമീറ്റർ അപ്പുറത്ത് പോയ പെരിന്തമണ്ണയിൽ സുന്ദരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കൂടി കുറച്ച് ആളുകളെ പോലെ തന്നെ മാറണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞ പോലെ DD ഓഫീസ് അടിയന്തരമായി കലക്ടറേറ്റിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ബാക്കിൽ GTDA ഉണ്ട്. അതിന്റെ ബാക്കിൽ പണ്ട് കാലത്തുള്ള അധ്യാപകരെ കോട്ടേഴ്സ് ഉൾപ്പെടുത്തിയാണ് അറിയുന്നത്. ആ മൊത്തം എടുത്താൽ കഴിയും. അപ്പൊ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഞാൻ ഏറ്റവും നല്ല പ്രതീക്ഷയുള്ള കാരാണിത്. അതുകൊണ്ട് നടക്കും തന്നെയാണ് ഞങ്ങളെ എല്ലാവിധ പിന്തുണയുണ്ടാവും. പിന്നെ ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇവിടെ ഇപ്പോൾ ചീഫ് എഞ്ചിനീയർമാരുണ്ട്, സൂപ്രണ്ട് എഞ്ചിനീയർമാരുണ്ട്, എക്സ്പീരിയൻസ് ഒരു നമ്മുടെ കൂടിയിരുന്നു പള്ളിയിൽ നിന്ന് സ്ഥലത്തൊന്നും കൂടി കാണിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലം കണ്ടിട്ട് ഒരു മാസ്റ്റർ പ്ലാനും കാര്യങ്ങളൊക്കെ അഡീഷണൽ സെക്രട്ടറി വിനോദ് IAS ഏൽപ്പിച്ചിട്ടുണ്ട്. മൊത്തം പ്ലാൻ ഉണ്ടാകും. എനിക്കിതിലൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഒന്ന് മുനിസിപ്പാലിറ്റി കുറച്ചൊന്ന് ആക്ട് ചെയ്യണം. നിങ്ങൾ കുറച്ച് ഫണ്ട് എടുത്തിട്ട് ഈ ഭാഗം പണി നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ആ പൈസ എല്ലാ പൈസ ഇത്ര സ്ഥലം വാങ്ങാനുള്ള ഒരു മാർഗങ്ങൾ കണ്ടുപിടി. ഒരു 6 മാസം കൊണ്ട് പഞ്ചായത്ത് വേണം ഇതിൽ കാണാം. അതേ നടക്കുള്ളൂ. എല്ലാം കൂടി സർക്കാരിന്റെ അധികാരി കുഞ്ഞാഴ്ചാവിന്റെ ഇന്ത്യ കാലാവധി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല. അല്ല അക്യൂസേഷൻ കാര്യത്തിൽ പോയ നടപടിക്രമം അതിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങളെല്ലാവരും കാര്യങ്ങളൊക്കെ കാണണം. പിന്നെ ബാക്കിയുള്ള റോഡുകളൊക്കെ മണ്ഡലത്തിലെ മറ്റേ വീട് റോഡുകളൊക്കെ അതൊക്കെ മറ്റേ നന്നാക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ നടപടി ഉണ്ടാവും. ബഡ്ജറ്റ് പ്രൊവിഷൻ 100 രൂപ ഉണ്ടായി, ബഡ്ജറ്റിൽ 100 ഉണ്ടായാൽ മതി, ബാക്കി കാര്യമൊക്കെ നടന്നോളൂ. അതിനൊക്കെ കപ്പാസിറ്റിയിലെ ലീഡറാണ് നിങ്ങളുടെ മണ്ഡലത്തിലെ MLA മന്ത്രി. അത് എങ്ങനെ നടത്തണം മുമ്പൊക്കെ അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചത്.